മഴക്കാലത്ത് അട്ടപ്പാടിയിലേക്കൊന്ന് പോയാലോ? എങ്ങനെ ഉണ്ടായിരിക്കും? കാണാൻ നമുക്ക് വീഡിയോ. അട്ടപ്പാടിയിൽ ധാരാളം ടൂറിസ്റ്റിന് പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് അംഗീകൃതമുള്ള ഒരു സ്ഥലമാണ് സൈലന്റ് വാലി. ഈ സൈലന്റ് വാലിയിൽ ധാരാളം കാണാൻ സാധിക്കുന്ന ജന്തുവാണ് കുരങ്ങന്മാര്. പിന്നെ സൈലന്റ് വാലിയിലോട്ട് നിങ്ങൾക്ക് വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരാഴ്ച മുൻപെങ്കിലും ബുക്ക് ചെയ്യണം. മറ്റുള്ള സ്പോട്ട് പോലെയല്ല സൈലന്റ് വാലി. ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ അട്ടപ്പാടിയിൽ കാണുന്ന മറ്റൊരു ജന്തുവാണ് ഉടുമ്പ്. ഈ ഉടുമ്പിനെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. അട്ടപ്പാടിൻ്റെ പല സ്ഥലങ്ങളിലും ഇതിനെ കാണാൻ സാധിക്കും. പിന്നെയാണ് മലയണ്ണാന്. മലയണ്ണാനെ പലരും കാണാൻ സാധിക്കില്ല. കാരണം ഇത് പലപ്പോഴായിട്ട് ആളുകളെ മുന്നിലേക്ക് വരുന്ന ഒരു ജീവിയല്ല മലയണ്ണാന്. നമ്മുടെ നാടുകളിൽ കാണുന്ന അണ്ണാനുമായി യാതൊരു സാമ്യവുമില്ല ഈ അണ്ണാന്. ഇനിയും നല്ല നല്ല വീഡിയോസ് കാണാനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല നല്ല കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അട്ടപ്പാടിയിൽ നിന്നുള്ള മറ്റൊരു കാഴ്ചയാണ് കാട്ടുപോത്ത്. കാട്ടിപ്പോത്ത് അങ്ങനെ പറയുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. അപ്പം നമ്മൾ പല സമയങ്ങളിലും രോഷാകുലനാകുന്ന ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു മൃഗമാണ് ഈ കാട്ടുപോത്ത്. അട്ടപ്പാടിയിലോട്ട് വരുമ്പോൾ ഇതുപോലുള്ള മൃഗങ്ങളെ കാണാം എന്നുള്ള ചിന്തയ്ക്ക് വരണ്ട. പ്രകൃതി ആസ്വദിക്കാം, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാം, പ്രകൃതിയിൽ നിന്നുള്ള ഒരുപാട് അനുഭൂതികൾ ആസ്വദിക്കാം എന്നുള്ള ചിന്തയിൽ ഇങ്ങോട്ടേക്ക് വരിക. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.